ഹലോ ഫ്രണ്ട്സ്, സീലിംഗ് ഫാൻ ഫിറ്റിംഗ് എങ്ങനെ ഉള്ളത് എന്നാണ് ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റും ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാനിൻ്റെ പെട്ടി ആദ്യം പൊളിച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പുറത്ത് വയ്ക്കുന്നു. പിന്നീട് ഫാനിൻ്റെ ലീഫ് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ അയച്ചെടുക്കുന്നു. മൂന്ന് ലീഫാണ് ഉള്ളത്. നമ്മൾ 3 ലീഫും സ്ക്രൂ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഫാനിൻ്റെ റാഡ് ഫിറ്റ് ചെയ്യണം. ഫാനിൻ്റെ റാഡ് ഫിറ്റ് ചെയ്യുമ്പോൾ ഫാനിൻ്റെ റാഡിൽ ഒരു ഭാഗം മുറി ഭാഗം കാണും. അതാണ് ഫാനിൻ്റെ ഷാഫ്റ്റിലേക്ക് കയറ്റുന്നത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഫാനിൻ്റെ ഷാഫ്റ്റിലേക്ക് ഇത് ഫുള്ളായിട്ട് ടൈറ്റ് ആവുക. അല്ലെങ്കിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റ് ആടി കളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഫാനിൻ്റെ ഷാഫ്റ്റിൽ 2 ഭാഗം മുറി കാണും. ആ ഭാഗം ഫാനിൻ്റെ ഷാഫ്റ്റിലേക്ക് വെക്കുക. എന്നിട്ട് നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യുക. ഒരു പ്ലയറും സ്പാനറൊക്കെ വിട്ടിട്ട് ടൈറ്റ് ചെയ്യുക. നല്ലോണം ടൈറ്റ് ചെയ്തതിന് ശേഷം ഷാഫ്റ്റ് ആടി കളിക്കാൻ പാടില്ല. ഒരു ചെറിയ സ്ക്രൂ ഉണ്ട് സൈഡിൽ, അതൊരു സേഫ്റ്റിക്കാണ്, അതും ചെയ്യുക. അത് എല്ലാ ഫാനിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഫാനിൻ്റെ ഈ ഷാഫ്റ്റ് ആടി കളിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ അതിൽ ക്വാർട്ടർ പിന്ന് ഇടുക. അതിൽ ചെറിയൊരു പിന്നുണ്ട്, അതിട്ട് സേഫ്റ്റി ആക്കുക. അതിന് ശേഷം വയറൊന്ന് തള്ളുക. വയർ കുറച്ച് നീളത്തിലാക്കിയിട്ട് കുറച്ച് നല്ല വയർ ഇടുക. പ്ലാസ്റ്റിക് വയറാണെങ്കിൽ ഇത്തിരി വില കൂടിയ വയറില്ല. വയർ ചെയ്യ ശേഷം കണക്ടറിൻ്റെ 2 ഹോളുള്ള ഭാഗം ഉണ്ടാകും. ആ ഭാഗത്ത് ഈ കണക്ഷൻ കൊടുക്കുക. അത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഹോളിൽ മാലിഫിക്കേഷൻ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും കുഴപ്പമില്ല. ഇതാണ് അത്. ആ ഭാഗത്ത് വേറെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പിലും താഴെയും കണക്ടറിൽ ഫിറ്റ് ചെയ്യാനുള്ള 2 ഹോളുണ്ട്. അപ്പോൾ അതിൽ നല്ലോണം ഉള്ളിലേക്ക് തള്ളി നല്ലോണം ലൂസ് ഇല്ലാത്ത ടൈപ്പിൽ സ്ക്രൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ടറിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി വയറൊക്കെ ഒന്ന് ക്വാർട്ടർ പിൻ ഇട്ടില്ല, അതൊന്ന് ഇട്ടതിന് ശേഷം നമുക്ക് അതിന് മേലത്തെ കപ്പ് ഇടാവുന്നതാണ്. ക്വാർട്ടർ പിന്നൊന്ന് വളച്ചു കൊടുക്കുക. ഞാൻ അതിന് പോകേണ്ടത്